أعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏറ്റവും നല്ല അധ്യാപകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ ഏറ്റവും മനോഹരമായ ഉപമയിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകി. ഇതുപോലെ റസൂലുള്ളാഹിയുടെ സദസ്സിൽ സ്വഹാബികൾ ഇരിക്കുന്നു. അഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത അഅവാദ്, മൂന്ന് മരക്കഷ്ണങ്ങൾ, ചെറിയ മരക്കഷ്ണങ്ങൾ, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലെടുക്കുകയാണ്. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുന്നിൽ കുത്തിവെക്കുന്നു. രണ്ടാമത്തത് അതിന്റെ ഒരു പാർശ്വഭാഗത്ത്, അതിന്റെ തൊട്ടടുത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തു വെക്കുന്നു. മൂന്നാമത്തെ മരത്തിന്റെ കഷ്ണം ദൂരെ അകലെയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടി നിർത്തുകയാണ്. മൂന്ന് കമ്പടികൾ, ഒന്ന് മുന്നിൽ, രണ്ടാമത്തത് അതിനോട് ചേർത്ത്, മൂന്നാമത്തത് വിദൂരത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെക്കുന്നു. സ്വഹാബികൾ ഈ രംഗം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, ഹൽ തദറൂന മാ ഹാദാ, ഇതെന്താണെന്ന് അറിയുമോ സഹാബാക്കളെ? എന്താണ് ഈ മരക്കഷണങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സ്വഹാബികൾ മറുപടി പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹു അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്. പ്രവാചകന്റെ മറുപടി, തന്റെ മുന്നിൽ പിടിച്ചിട്ട ആ മരക്കമ്പ് ചൂണ്ടി, ഹാദൽ ഇൻസാൻ, ഇത് മനുഷ്യരാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്തുള്ള മരക്കമ്പ്, ഹാദൽ അജൽ, അതവന്റെ മരണമാണ്, അവന്റെ അവധിയാണ്. നിങ്ങൾ കണ്ടില്ലേ, മസൂരതയിൽ അങ്ങകലെ ഞാൻ കുറിച്ചിട്ട ആ മൂന്നാമത്തെ മരക്കഷ്ണം, വദാഖൽ അമൽ, അവന്റെ സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങളെ ബാക്കിയാക്കി, ആഗ്രഹങ്ങളെ ബാക്കിയാക്കി, ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് മരണം നമ്മളെ റാഞ്ചിയെടുക്കും എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളെപ്പോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, തന്റെ കുടുംബങ്ങളുടെ കൊതി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ സ്വപ്നങ്ങളെ ബാക്കിയാക്കി, ആഗ്രഹങ്ങളെ ബാക്കിയാക്കി, പ്രിയപ്പെട്ടവരെ തനിച്ചാക്കി അദ്ദേഹം മരണത്തിന് വിളിക്കൊത്തരം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊരു തിരിച്ചറിവാണ്. ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടണമെന്നില്ല. ആഗ്രഹങ്ങളെക്കാൾ തൊട്ടരികിലാണ് എന്റെയും നിങ്ങളുടെയും മരണം എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. കോവിഡിന് മുൻപ് ഒരു സഹോദരൻ, ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഗ്രൂപ്പുമായി ഹജ്ജിന് ഉംറ നിർവഹിക്കാൻ വേണ്ടി ചെന്നപ്പോ, ഉംറ കഴിഞ്ഞ് അവിടെ യുവത്വ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ അദ്ദേഹം പങ്കെടുത്തു. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരു കഫൻ പുടവ സമ്മാനമായിട്ട് അവർ കൊടുത്തു. മറ്റ് സമ്മാനങ്ങളെ പോലെ ഇത് സ്വീകരിക്കാൻ വല്ല ആഗ്രഹം മനുഷ്യർക്ക് ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെ കഫൻ പുടവ കിട്ടിയവർ പരസ്പരം കൈമാറി, എനിക്ക് വേണ്ട, വേണമെങ്കിൽ നീ എടുത്തോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കഫൻ പുടവ ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചു. 2 കൊല്ലം കഴിഞ്ഞു. അതിനുശേഷമാണ് കോവിഡ് വരുന്നത്. ആ കോവിഡിൽ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള അദ്ദേഹത്തെ ദീനി രംഗത്തേക്ക്, ദീനി പഠന രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു. ആ കഫൻ പുടവ അന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന ആ കഫൻ പുടവ ഇദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ സഹോദരന് വേണ്ടിയുള്ള കഫൻ പുടവ മക്കയിൽ 2 വർഷം മുമ്പ് തയ്യാറായിട്ടുണ്ട്.
അത് ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടരികിലുള്ള കൂട്ടുകാരന്റെ അലമാറയിൽ അദ്ദേഹത്തെയും കാത്തിരിക്കുന്നുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ നമ്മൾ ദുനിയാവിലെ പച്ചപ്പുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. തഖ്വ ഉണ്ടാക്കിക്കോ, തഖ്വ ഉണ്ടാക്കിക്കോ, അമലുകൾ ചെയ്തോ, നന്മകളിൽ മത്സരിച്ചോ. എന്തേ കാരണം? നിനക്കറിയില്ല ഈ രാത്രി വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രഭാതത്തിൽ ഉണ്ടാകുമോ എന്ന്. ഉച്ചവരെ നമ്മുടെ കൂടെ സജീവമായി ഓടി നടന്നിരുന്നൊരു സഹോദരൻ പിന്നീട് നമ്മുടെ അരികിലേക്ക് എത്തിയത് തണുപ്പുറച്ച മയ്യത്തായിട്ടാണ്. പിന്നീട് നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയില്ല നമ്മുടെ തൊട്ടടുത്ത നിമിഷം എങ്ങനെയാണ് എന്ന്. അതുകൊണ്ട് നാളേക്ക് വെക്കേണ്ടതില്ല, നാളെയാകാം എന്ന് കാത്തിരിക്കേണ്ടതില്ല. നമ്മളിവിടെ കണ്ടല്ലോ, മയ്യത്ത് കൊണ്ടുവന്ന് എത്ര സമയമാണെന്ന് നമുക്ക് കാണാൻ കിട്ടിയത്. ഒരുപാട് നേരം കാത്തിരുന്ന് വന്നു. ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് മയ്യത്തുമായി ആളുകൾ ഓടുകയാണ്. കുടുംബം കാത്തിരിക്കുകയാണ്. രാത്രി 8:30 വരെ കാത്തിരിക്കുന്ന ഭാര്യ, മക്കൾ. ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ഒന്ന് കാണാൻ അവർക്ക് സാധിച്ചില്ല. മയ്യത്തുമായി ആളുകൾ അതിവേഗത്തിൽ കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കും. നമ്മുടെ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നമ്മുടെ ആത്മാവ് 1-ാം ആകാശത്തിലേക്ക് യാത്ര തിരിക്കും. മലക്കുൽ മൗത്ത് റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് എന്റെയും നിങ്ങളുടെയും ലോകം മാറി. 1-ാം ആകാശത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പിന്നെ എന്ത് സ്വപ്നങ്ങൾ, പിന്നെ എന്ത് ആഗ്രഹങ്ങൾ, എന്ത് ദുനിയാവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക. ഫകം മിൻ ഫതാ അംസാ വഅസ്ബഹ ളാഹികൻ വഖദ് നുസിജത് അത്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര യുവാക്കൾ പ്രഭാതവും പ്രദോഷവും അവരിങ്ങനെ കളിച്ച് ചിരിച്ചു നടക്കുകയാണ്. അവർ ചിരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, ആനന്ദത്തിലാണ്, ആഹ്ലാദത്തിലാണ്. അവരെ പുതക്കാനുള്ള കഫൻ പുടവ ഒരുങ്ങി എന്ന് അവരറിയുന്നില്ലല്ലോ. നമ്മുടെ സഹോദരന്റെ ശരീരത്തിൽ പുതക്കാനുള്ള കഫൻ പുടവ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഈ തൊട്ടരികിലുള്ള ആലങ്കോട് കടയിലെത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ആ കഫൻ പുടവ അവിടെ വന്നെത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെ, അതിന്റെ മുന്നിലൂടെയാണ് ഓരോ ദിവസവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയുന്നില്ലല്ലോ എന്നെ പുതക്കാനുള്ള കഫൻ പുടവ എന്റെ തൊട്ടരികിലുള്ള കടയിലെത്തിയിട്ടുണ്ട് എന്ന്. നമ്മുടെ അവസ്ഥയും അത് തന്നെയാണ്. നമ്മളെ പുതക്കാനുള്ള കഫൻ പുടവ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകെട്ടിൽ ഏതോ ഒരു പള്ളിയിൽ കാത്തിരിക്കുന്നുണ്ട്. കൊണ്ടുവെക്കാനുള്ള മണ്ണ്, ഖബറിടം നമ്മുടെ വീടിന്റെ തൊട്ടരികിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. പക്ഷെ ആലോചിക്കാത്തതും ചിന്തിക്കാത്തതും നമ്മളാണ്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ മരണത്തെ നാം ചിന്തിക്കുക. എത്രയെത്ര സഹീഹ് ആരോഗ്യമുള്ള മനുഷ്യന്മാർ, എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാർ അവർ മരണപ്പെട്ടു പോകുന്നു. മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു രോഗവുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ, 30, 35, 40 വയസ്സുള്ളവർ, കരികരുത്തുള്ള ശരീരമുള്ളവർ. എന്തെങ്കിലും കാരണമാണോ? ഡോക്ടർമാർക്ക് പല ന്യായങ്ങൾ ഉണ്ടാകും. ഒരു കാരണവും വേണ്ട. അജലെത്തിയാൽ, അവധി എത്തിയാൽ പോകും. വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. എന്നാൽ കുറെ കാലമായി രോഗിയായി കിടക്കുന്ന, വാർദ്ധക്യമെത്തിയ മനുഷ്യരുണ്ട്. അവരവിടെ ഉണ്ട്. ഉപ്പയെ മറികടന്നുകൊണ്ടാണ് മകനെ മരണം കൊണ്ടുപോകുന്നത്. വല്ലിപ്പയെ മറികടന്നുകൊണ്ടാണ് പേരക്കുട്ടിയെ മരണം കൊണ്ടുപോകുന്നത്. ഖബർസ്ഥാനിൽ മീസാൻ കല്ലുകൾ തൊട്ടുരുമ്മി നിൽക്കുന്ന എത്രയെത്ര ഖബറുകളുണ്ട്. കൊച്ചുകുട്ടികളുടെ ഖബറുകൾ, 3 വയസ്സുകാരന്റെ ഖബർ, 5 വയസ്സുകാരന്റെ ഖബർ, 10 വയസ്സുകാരന്റെ ഖബർ, യുവാക്കളുടെ ഖബർ. മരണത്തിന് ആഗ്രഹങ്ങൾ തടസ്സമല്ല, മരണത്തിന് പ്രായം തടസ്സമല്ല. മരണത്തിന് ഇതാ കൊച്ചുകുട്ടിയുണ്ട്, ചെറിയ പൈതലുണ്ട്, അതുകൊണ്ട് ആ കുട്ടിയൊന്ന് വളരട്ടെ എന്ന വികാരം മരണത്തിനില്ല. അങ്ങനെ എന്തെങ്കിലും വൈകാരികതകൾ മരണത്തിനില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
മരണപ്പെട്ടാൽ നഷ്ടം നമുക്ക് മാത്രമാണ്. ഇതാണ് അടിസ്ഥാനം. നഷ്ടം നമുക്കേ ഉള്ളൂ. ആകാശവും ഭൂമിയും നമുക്കായി കണ്ണുനീർ പൊഴിക്കുകയില്ല. ഈ ഭൂമിയിൽ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പ്രതിഭാസങ്ങൾക്കും മാറ്റമുണ്ടാവുകയില്ല. എല്ലാം പഴയതുപോലെ നടക്കും. ഞാൻ മരണപ്പെട്ടാൽ പുതിയ അധ്യാപകർ ഇവിടെ എത്തും. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ പുതിയ വിദ്യാർത്ഥികളെത്തും. ഞാൻ മരിച്ചാൽ എന്തോ ഇവിടെ സംഭവിക്കും. ഒരു നഷ്ടവും ഈ ഭൂമിയിൽ ഒരാൾക്കുണ്ടാകൂല. ആളുകൾ മറക്കും നമ്മളെ. എത്ര മനുഷ്യന്മാര് മരണപ്പെട്ടുപോയി. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ കുറവാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവർ കുറവാണ് മക്കളെ. മരണപ്പെട്ടവരാണ് കൂടുതൽ. എത്ര തലമുറകൾ മണ്ണിനടിയിലുണ്ട്. എത്രയെത്ര മനുഷ്യന്മാർ മണ്ണിനടിയിലുണ്ട്. മരണപ്പെട്ടുപോയവരാണ്. ജീവിച്ചിരിക്കുന്നവർ വളരെ കുറഞ്ഞ ആളുകളാണ്. നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. ബാക്കിയെല്ലാം ഇവിടെ നടക്കും. അതുകൊണ്ട് മരണത്തിന് മുമ്പ് നമ്മൾ അമലുകൾ ഒരുക്കുക. അവര് മരിച്ചല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് മരിക്കാനുണ്ട്. ഇന്ന ആള് പെട്ടെന്ന് മരിച്ചല്ലോ എന്നതല്ല, എനിക്ക് മരിക്കാനുണ്ട്. എനിക്ക് അമലുകൾ വേണം. അതുപോലെ ഒരു ദിവസം എന്റെ വീട്ടുമുറ്റത്തും ആംബുലൻസ് എത്തും. അതുപോലെ ഒരു ദിവസം എന്റെ മയ്യത്ത് കൊണ്ടുവച്ച് എന്റെ പ്രിയപ്പെട്ടവർ എന്നെ കാണാൻ കാത്തിരിക്കും. അതുകൊണ്ട് എനിക്ക് അമൽ വേണം. അന്ന് അമലില്ല. ഇതാണ് അമൽ, ദാറുൽ അമൽ. ഇവിടെ അങ്ങോട്ട് പോയാൽ ഹിസാബാണ്, വിചാരണ, പിന്നെ അമലില്ല. അലി റളിയല്ലാഹു തആല ഒരിക്കൽ രാത്രി ഖബർസ്ഥാന്റെ അരികിലേക്ക് വരാൻ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, മരണപ്പെട്ട് കിടക്കുന്നവരെ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അഖ്ബാറു മാ ഇൻദനാ മിൻകും. അലി ചില വാർത്തകൾ അറിഞ്ഞിട്ടുണ്ട്. ആ വാർത്തകൾ അറിഞ്ഞതുകൊണ്ടാണ് അലി ഇവിടെ എത്തിയിട്ടുള്ളത്. മരണപ്പെട്ട് കിടക്കുന്ന ഭർത്താക്കന്മാരെ, ഭർത്താക്കന്മാരുടെ കല്യാണം കഴിഞ്ഞു. മരണപ്പെട്ട് കിടക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞു. ജീവിതത്തിൽ നിങ്ങൾ കരുതി ഏറ്റവും പ്രിയപ്പെട്ടത് ഭാര്യയാണ് എന്ന്. നിങ്ങൾ മരിച്ചു, ഭാര്യയെ മറ്റൊരുത്തൻ മകളോട് സ്വീകരിച്ചു, അവൾ മറ്റൊരുത്തന്റെ കൂടെ അന്തി ഉറങ്ങുന്നു. ഭാര്യമാരെ, ഭർത്താക്കന്മാരുടെ കല്യാണവും കഴിഞ്ഞു. അവരിപ്പോ നിങ്ങൾ ഓർമ്മൊന്നുമില്ല. ധനികന്മാരെ, നിങ്ങളുടെ സമ്പത്തിനെ വീഴ്ച കഴിഞ്ഞു. മൊബൈല് ഇപ്പൊ മറ്റുള്ളവരുടെ കൈകളിലാണ്, വാഹനം മറ്റുള്ളവരുടെ കൈകളിലാണ്. നിങ്ങളുടെ സമ്പത്തെല്ലാം അവർ വീഴ്ചെടുത്ത് കഴിഞ്ഞു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഖബറാളികളെല്ലാവരും ഉത്തരം പറയാൻ അവർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ, അലിയുടെ സംസാരം ഖബറാളികൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ലഖാലു, ആ ഖബറുകളിൽ കിടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ, അവർ പറയുമായിരുന്നു, അന്ന ഖൈറസ്സാരി തഖ്വ. അലിയെ, ഏറ്റവും വലിയ സമ്പാദ്യം കാറല്ല, ബംഗ്ലാവല്ല, നിങ്ങളുടെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളല്ല. ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത് തഖ്വയാണ്, സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്ന അമലുകളാണ് എന്ന് ആ ഖബറാളികൾ പറയുമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഒരു ജനാസയുടെ പിറകെ പോവുകയാണ്. ഖബറിനരികിൽ എത്തിയപ്പോ ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഒരു മരത്തണയിലേക്ക് ഉമർ റളിയല്ലാഹു തആല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മാറി വന്നു. ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ജനങ്ങൾ അരികിലേക്ക് വിളിച്ചു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഒരു ചിലത് പറയാനുള്ള ഉമറിന്, നിങ്ങൾ ആ ഖബറുകൾ കണ്ടോ? അത് ആരുടെ ഖബറുകളാണെന്ന് അറിയുമോ? അമവി ഭരണാധികാരികളുടെ ഖബറുകളാണ്. അമവി ഭരണാധികാരികളുടെ ഖബറുകളാണ്. ജസീറത്തുൽ അറബ് അടച്ചു ഭരിച്ച ഭരണാധികാരികളുടെ ഖബറുകൾ. മുആവിയ, യസീദ്, എത്രയെത്ര ഭരണാധികാരികൾ. മണ്ണ് ആ ഖബറുകൾക്ക് ഖബറും നൽകിയിട്ടില്ലല്ലോ. രാജാവിന്റെ ഖബറായതുകൊണ്ട് രാജകീയം ഇല്ല. എല്ലാ ഖബറും ഒരുപോലെയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ മൗത്ത്, യാ മൗത്ത്, മരണമേ, മാദാ ഫഅൽത ബില്ലഹിബ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ റാഞ്ചിയെടുത്തത് നീയാണല്ലോ. സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാളെ നീയാണല്ലോ റാഞ്ചിയെടുത്തത്. മരണമേ, മാദാ ഫഅൽത, എന്താണ് അവരുടെയൊക്കെ അവസ്ഥ?
എന്റെ ഉമ്മ, എന്റെ ഉമ്മ, ഞങ്ങളെ ചങ്ങാതിമാർ ഒന്നിച്ച് പ്രവർത്തിച്ചവർ പെട്ടെന്നാണ് കേൾക്കുന്നത് മരിച്ചു. ആ മരണമാണ് കൊണ്ടുപോയത്. എന്താണ് അവരുടെ അവസ്ഥ? എന്നിട്ട് അദ്ദേഹം പറയുന്നു, മരണം പറയും, നീ അറിഞ്ഞോ, ഇപ്പൊ അവരുടെ കണ്ണുകളൊക്കെ തിന്നു കഴിഞ്ഞു. ഇപ്പൊ കണ്ണൊന്നുമില്ല. എന്നും കണ്ണാടിയും നോക്കി മിനുക്കിയെടുത്ത മുഖങ്ങൾ, ആ അഴകുള്ള മുഖങ്ങൾ അഴുകിക്കഴിഞ്ഞു. കവിളുകൾ തിന്നു കഴിഞ്ഞു. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തിന്നു കഴിഞ്ഞു. അവരൊക്കെ മണ്ണായി എന്ന് മരണം പറയും. മണ്ണ് തിന്നാനുള്ള ശരീരമാണ് എന്റെയും നിങ്ങളുടെയും ശരീരം. ഈ അഴകുള്ള മുഖങ്ങൾ അഴുകാനുള്ളതാണ്. നമ്മുടെ തറവാടുകളുള്ളത് ഖബറാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും, നമ്മുടെ കിബറും, നമ്മുടെ പകയും, നമ്മുടെ വിദ്വേഷങ്ങളുമെല്ലാം ഖബറുകളിലേക്ക് വെക്കുന്നത് വരെയാണ്. അതുകൊണ്ട് ആ ഒരു ദിവസത്തെ ആലോചിച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുക. എല്ലാവരും മരണത്തിന് രുചി അനുഭവിക്കും. രുചി പലതാണ്. മധുരം ഒരു രുചിയാണ്, കൈപ്പൊരു രുചിയാണ്, ചവപ്പൊരു രുചിയാണ്. എല്ലാ മരണത്തിനും ഒരേ രുചിയല്ല. ചിലരുടെ മരണത്തിന് മധുരമാണ്, ചിലരുടെ മരണത്തിന് കൈപ്പാണ്, ചിലരുടെ ചവപ്പാണ്. വ്യത്യസ്തങ്ങളായ രുചികളായിരിക്കും ഓരോരുത്തരും മരണത്തിന് അനുഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ യാത്ര തിരിക്കുമ്പോൾ നമ്മുടെ മധുരമാകണമെങ്കിൽ അമലുകൾ അതിനനുസരിച്ചുകൊണ്ട് ക്രമീകരിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഉബൈദ് ബിൻ ശുറൈഹ് എന്ന പേരുള്ള ഒരു വ്യക്തി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരും. അവരെപ്പോഴും അവരുടെ സംസാരങ്ങൾ ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു അനുഭവം നിങ്ങൾ പങ്കുവെക്കുക. എന്റെ ഈമാനൊക്കെ വർദ്ധിപ്പിക്കാൻ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സംഭവം നിങ്ങളൊന്ന് പങ്കുവെക്കുമോ? അദ്ദേഹം മറുപടി പറഞ്ഞു, മുആവിയ, എനിക്കൊരു കഥ പറയാനുണ്ട്. എന്റെ നാട്ടിൽ ഒരു അപരിചിതന്റെ മയ്യത്ത് വന്നു. സ്ത്രീകൾ ആ മനുഷ്യനെ ഓർത്തുകൊണ്ട് കരയുകയാണ്. ചുറ്റും കൂടി നിൽക്കുന്ന മനുഷ്യർ ആ മനുഷ്യനെ മറവ് ചെയ്യുന്നത് കണ്ട് കരയുകയാണ്. ആ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് കവിത മുമ്പെപ്പോഴോ ആരോ പാടിക്കേട്ട രണ്ട് വരികൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മയിലെത്തി. ഞാൻ ആ കവിത അവിടെ കൊണ്ട് പാടിയപ്പോൾ ഇതാ ഒരു ഗരീബായ അപരിചിതനായ മനുഷ്യൻ, ആ മനുഷ്യനെ അയാളോട് അയാളെ അറിയാത്ത എത്രയോ ആളുകൾ കരയുകയാണല്ലോ. എന്നാൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരോ അവർ സന്തോഷത്തിലാണ്. ഈ മനുഷ്യൻ മരണപ്പെട്ടത് അവരറിയുന്നില്ല. ഈ നാട്ടിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുന്നത് അവരറിയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ അവർ സന്തോഷത്തിലാണ്. അപരിചിതരായ എത്രയോ മനുഷ്യന്മാർ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് കരയുകയാണ്. എന്റെ തൊട്ടരികിൽ നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹം ചോദിച്ചു, നിനക്കറിയുമോ മനുഷ്യ ഈ വരികൾ ആരാണ് എഴുതിയത് എന്ന്? ഞാൻ മറുപടി നൽകി. ആ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം, ഇതാരുടെ വരികളാണ് എന്ന് എനിക്കറിയില്ല. ഉടനെ ആ മനുഷ്യന്റെ മറുപടി, നീ അറിയുക, നമ്മൾ ഈ ഖബറിലേക്ക് ഇറക്കി വെച്ച ആ മനുഷ്യൻ എഴുതിയ വരികളാണ് നീ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ എഴുതി വെച്ച അപരിചിതമായ ഒരു നാട്ടിൽ ഒരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ജീവിതത്തിൽ ഒരു ബന്ധവുമില്ലാത്ത എത്രയോ മനുഷ്യർ കരയുന്നു. അയാൾ മരണമറിയാതെ കുടുംബം സന്തോഷത്തിൽ കഴിയുന്നു. ആ മനുഷ്യനാണ് ഇപ്പോൾ നമ്മൾ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ,
ഒരുപാട് സൂചനകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. മരണം നമുക്ക് ഉപദേശിയായി എത്ര നല്ല ഉപദേശിയാണ് നമ്മുടെ പ്രിയ സഹോദരൻ. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഉണ്ട്. നിനക്കല്ലാഹു റിസ്കെത്തിയാൽ ആ റിസ്ക് കഴിഞ്ഞാൽ നീ മരണപ്പെടണം, അത് തീർച്ചയാണ്. അള്ളാഹു അദ്ദേഹത്തിന് കണക്കാക്കിയ ഈ ഭൂമിയിൽ അള്ളാഹു കണക്കാക്കിയ റിസ്ക് കഴിഞ്ഞു. എനിക്കും നിങ്ങൾക്കും അതുപോലെ ഒരു റിസ്ക് ഉണ്ട്. ആ സമയം എത്തിയാൽ ഞാനും നിങ്ങളും തിരിച്ചു പോകണം. ഇവിടെ എങ്ങനെ ജീവിക്കണം? രണ്ട് രൂപത്തിലുള്ള ജീവിതങ്ങളുണ്ട്. മനുഷ്യർ രണ്ട് രൂപത്തിലാണ്. ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മയ്യത്തുകളാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മയ്യത്തുകളാണ് ചില മനുഷ്യർ. അവർക്കൊണ്ട് നാടിന് ഉപകാരമില്ല, സമൂഹത്തിന് ഉപകാരമില്ല. ജീവനുണ്ട്, പക്ഷേ മയ്യത്തിനെ പോലെ ജീവിക്കുന്നവർ. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ഖബറുകളിൽ അവർ ജീവിച്ചിരിക്കുന്നു. മരണപ്പെട്ടിട്ട് എത്ര തലമുറകൾ കടന്നുപോയി, പക്ഷേ അദ്ദേഹം മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൽ നിന്ന് മരണപ്പെട്ടുപോയി. ഖബറുകളിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈമാനുള്ളവർ, ദീനിനെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അതിന് വലിയ ആനിഭാഗമെന്നില്ല. ചെയ്യുന്ന അമൽ ഇഖ്ലാസോടുകൂടെയാണോ അല്ലാഹു മരണത്തിന് ശേഷവും നമ്മുടെ ആസാറുകൾ മാറ്റിയാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളി അടിച്ചു വാരിയെന്ന ഒരു പെണ്ണുണ്ടല്ലോ, കറുകറുത്തൊരു സ്ത്രീ. ലോകാവസാനം വരെ അവരെ അവർ ഈ ഉമ്മത്ത് ഓർത്തുകൊണ്ടിരിക്കും. ലോകാവസാനം വരെ ഹദീസുകളിലൂടെ അവർ ഓർമ്മിക്കപ്പെടും. എന്തുകൊണ്ട്? ആ ചെയ്ത പണി ഇഖ്ലാസോടുകൂടെയാണ്. മരിച്ചാലും നിലക്കാത്ത അമലുകൾ തയ്യാറാക്കുക. മരണപ്പെടുന്നതുവരെ നെറ്റിയിൽ വിയർപ്പുതുള്ളികളുമായി ദീനി രംഗത്ത്, പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുക. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായില്ല, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായില്ല. ആ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ കണ്ട ഒരു കാഴ്ച എന്നുള്ളത്, രണ്ടാമത്തെ കുട്ടി ഉപ്പ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉപ്പാക്ക് വേണ്ടി എന്ന് കിട്ടിയാലും ഉപ്പാക്ക് മാറ്റി വെക്കും. ലീവിന് പോകുന്ന സമയത്താണല്ലോ മക്കളെ കൂടെ സമയം കിട്ടാം. ഉപ്പാക്ക് വേണ്ടി മിഠായി ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഫ്രിഡ്ജിൽ തുറക്കുമ്പോൾ പറയണം അതിന്റെ ഉപ്പാന്റെതാണ്, ആരും എടുക്കരുത്. ഉപ്പാക്ക് വേണ്ടിയിട്ട് ആ പൈതല് കാത്തു വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ ആ മകന് ഉപ്പാക്കത് കൈമാറാനുള്ള, അദ്ദേഹത്തിന് അത് കൈമാറാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ചെറിയ മക്കളാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അള്ളാഹു ഏറ്റവും സുരക്ഷിതമായ കാര്യങ്ങളിൽ ആ മക്കളെ ഏൽപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുമാറാകട്ടെ, സ്വർഗം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. നമുക്ക് തോന്നുന്നുണ്ടല്ലോ കുറച്ചുകൂടെയൊക്കെ ഒന്ന് നമുക്ക് സംസാരിക്കാമായിരുന്നു, കുറച്ചുകൂടെയൊക്കെ നമ്മുടെ ദുഃഖമുണ്ടായിരുന്നവരോട് ഒന്ന് അടുപ്പം വെച്ച് പുലർത്താമായിരുന്നു. മരണപ്പെടുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഒന്നുകൂടെ ഒന്ന് സ്നേഹിക്കാമായിരുന്നു, ഒന്നുകൂടെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാമായിരുന്നു, ഒന്നുകൂടെ ഒന്ന് പുഞ്ചിരിക്കാമായിരുന്നു. മരണപ്പെട്ടതിന് ശേഷമുള്ള മധുര വാക്കുകൾക്കെല്ലാം പ്രിയമുള്ളവരെ ഘനമുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്നേഹിക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടമുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടമുള്ളവരുടെ പ്രയാസങ്ങൾ അറിയാൻ നമുക്ക് കഴിയണം. മരിച്ചു കൊണ്ടുപോയി വെക്കുന്ന റീത്തിലും പൂക്കളേക്കാൾ സുഗന്ധമുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന പൂച്ചെണ്ടുകൾക്കാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കണ്ണീർ കൊടുക്കാൻ, അവിടെയുള്ളവർ അറിയാൻ, സ്നേഹിക്കാൻ, അങ്ങനെ നല്ല ബന്ധങ്ങൾ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കുറഞ്ഞ കാലമാണ് നമുക്കുള്ള അദ്ദേഹം ഉണ്ടായത് എങ്കിലും ഒരുപാട് നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അള്ളാഹു സ്വർഗത്തിൽ
ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരന് എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. എത്തിയിടം ഏറ്റവും ഖൈറായത് അല്ലാഹുവേ നീ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാം ഇതുപോലെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تجعل فتنتنا في ديننا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.